ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 43ാമത്തെ എപ്പിസോഡാണ്. അതായത് ലാസ്റ്റ് എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് സാങ്സാങ്ങിന് വേണ്ടി നൂഡിൽസ് ഉണ്ടാക്കുന്ന നിങ്കയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് അവൻ അത് ഉണ്ടാക്കിയതിന് ശേഷം ഹെവൻലി ഗോഡിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്നു. സാങ്സാങ് അപ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകളോട് അത് ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ നിങ്കി അവളുടെ മുമ്പിൽ തന്നെ ചിരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, നീ ഇങ്ങനെ നിൽക്കണമെന്നില്ല. അത് കേട്ട് വിഷമത്തോടെ എങ്കിൽ ശരി, നീ നിന്റെ സമയമെടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്കി അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. എന്നാൽ 2 സ്റ്റെപ്പ് നടന്നു കഴിയുമ്പോൾ തന്നെ സാങ്സാങ് അവനെ വിളിക്കുന്നത് പോലെ തോന്നുന്നു. നിങ്കി അതിനുശേഷം അവളുടെ അടുത്തേക്ക് ഓടി വരികയും അതിനുശേഷം ആ നൂഡിൽസ് പരസ്പരം കഴിച്ചും കഴിപ്പിച്ചും അവർ സന്തോഷിക്കുന്നത് പോലെയും തോന്നുന്നു. ഹെവൻലി ഗോഡിൻ്റെ മകളുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ടും അവളും അത് ഓർക്കുന്നത് പോലെയാണ് തോന്നുന്നത്. എന്നാൽ ഹെവൻലി ഗോഡിൻ്റെ മകൾ അത് കഴിക്കാതെ അവിടെ നിന്ന് പോകുന്നു. സാങ്സാങ്ങിന് വിഷമമായിട്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്കി അപ്പോൾ ഫുഡ് വേസ്റ്റ് ആക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിക്കാനൊരുങ്ങുന്നു. എന്നാൽ ഹെവൻലി ഗോഡിൻ്റെ മകൾ അത് ക്ലീൻ ചെയ്ത് വെക്കാൻ പറയുന്നു. അതിനുശേഷം നിങ്കി വീണ്ടും കിച്ചണിലേക്ക് തിരികെ വന്ന് വീണ്ടും അവിടെ കുറേ പണികൾ എടുക്കുന്നതായി കാണിക്കുന്നു. ഹെവൻലി ഗോഡിൻ്റെ മകൾ മുകളിൽ നിന്ന് അതെല്ലാം നിരീക്ഷിക്കുന്നതായി കാണിക്കുന്നു. അല്പം കഴിയുമ്പോൾ നിങ്കയും അവളെ അവിടെ കണ്ടു കഴിയുമ്പോൾ ചോദിക്കുകയാണ്, ഞാനിവിടെ ഒറ്റയ്ക്കായിരിക്കും, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുകയായിരിക്കും എന്നൊക്കെ ഓർത്ത് എന്നെക്കുറിച്ച് ആകുലപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് കേട്ട് ഹെവൻലി ഗോഡിൻ്റെ മകൾ അവനെതിരെ കൈ വീശുന്നു. ആദ്യം അവനെ അറ്റാക്ക് ചെയ്യാനാണെന്നാണ് കരുതിയത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങൾ വീണ്ടും വൃത്തികേടായിരിക്കുന്നതായി അവന് മനസ്സിലാകുന്നു. അവൻ ആ പാത്രങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഹെവൻലി ഗോഡിൻ്റെ മകൾ അത് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ നിങ്കിക്ക് ഒരു പണി കൊടുത്തതാണ്. അവൻ നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. നിങ്കി അപ്പോൾ പറയുകയാണ്, ജീവിതകാലം മുഴുവനും നിന്റെ സർവൻ്റ് ആയിരിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അതും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹെവൻലി ഗോഡിൻ്റെ മകൾ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് അവൾ അലങ്കോലപ്പെടുത്തിയ പാത്രങ്ങൾ കഴുകുകയാണ് നിങ്കി. പിന്നെ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന നിങ്കിയെ വീണ്ടും കുറേ നേരം കഴിഞ്ഞിട്ട് കാണിക്കുന്നു. അല്പം കഴിയുമ്പോൾ സാങ്സാങ്ങും അങ്ങോട്ട് വരുന്നു. നിങ്കി അങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ സാങ്സാങ്ങിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ സഹായിക്കാമെന്ന് സാങ്സാങ് കരുതുന്നു. എന്നാൽ ആ പാത്രങ്ങളൊന്നും എടുക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. അവൾ ഇൻവിസിബിൾ ആണ്. അതിനുശേഷം നിങ്കി തന്നെ ആ പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോയി കഴുകുകയാണ്. നിങ്കി എൻ്റെ കയ്യിൽ 2 വാളുണ്ട് സാങ്സാങ്ങിനെ ഉറക്കത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ആ വാചകമൊക്കെ പറഞ്ഞുകൊണ്ടാണ് വർക്ക് എടുക്കുന്നത്. സാങ്സാങ് ഇതേ സമയം വെള്ളം തിളച്ചതുകൊണ്ട് തന്നെ അത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതും സാധിക്കുന്നില്ല. നിങ്കി അപ്പോൾ വിളിക്കുന്നു. എന്നാൽ നിങ്കി കേൾക്കുന്നില്ല. എങ്കിലും കൃത്യസമയത്ത് തന്നെ അത് ഓർത്ത് അവൻ ചെയ്യുന്നുണ്ട്. അല്പം കഴിയുമ്പോൾ നിങ്കിയുടെ ആ കഷ്ടപ്പാടുകൾ കണ്ടു നിൽക്കാൻ സാങ്സാങ്ങിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്കിയെ നോക്കി കരയുകയാണ് അവൾ. അതിനുശേഷം തിളച്ച വെള്ളം കട്ടിലിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നിങ്കി പറയുകയാണ്, സാധാരണ നീ ഉറങ്ങാറുള്ള സമയത്ത് നിന്നെ ഞാൻ ഒരുപാട് ശകാരിക്കാറുണ്ടായിരുന്നു. തണുപ്പുള്ള സമയത്ത് നിനക്ക് ചൂട് തരുമായിരുന്നു. അങ്ങനെ അക്കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് പറയുന്നു. പക്ഷേ എനിക്ക് വേണ്ടി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, കാരണം എൻ്റേത് ഹോട്ട് ബോഡിയാണ്. ശേഷം ആ കട്ടിലിൽ അവൻ പുതച്ചു കിടക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഹെവൻലി ഗോഡിൻ്റെ മകൾ അവിടെ എത്തി പറയുകയാണ്, നീ ഒന്നുകൂടി അത് പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ തീയിൽ കിടത്തും. നിങ്കി അപ്പോൾ ചോദിക്കുകയാണ്, എന്നിട്ട് എന്താണത് ചെയ്യാത്തത്? ഈയിടെയായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് നീ എന്നെ കടത്തി വിട്ടത്. പക്ഷേ എന്നാലും ഞാൻ ഹാപ്പിയാണ്, കാരണം നീ സാങ്സാങ് ആണെന്ന് എനിക്കറിയാം. അതിനുശേഷം ഈ കട്ടിലിപ്പോൾ ചൂടായിട്ടുണ്ട്, വന്ന് കിടന്നോളാൻ പറയുന്നു. എന്നാൽ ഹെവൻലി ഗോഡിൻ്റെ മകളിന് അത് ഇഷ്ടമാകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്കയെ എടുത്തെറിയുകയാണ്. അതിനുശേഷം മഞ്ഞ് വീഴുന്നത് കണ്ട് അടുത്ത ദിവസം മഞ്ഞത്ത് പോയി കളിക്കുന്ന നിങ്കയെ കാണിക്കുന്നു. ഹെവൻലി ഗോഡിൻ്റെ മകൾ അതെല്ലാം നോക്കി നിൽക്കുകയാണ്. നിങ്കി ഇതേ സമയം സാങ്സാങ്ങിനോട് എന്ന പോലെ ചോദിക്കുകയാണ്, നമ്മൾ മഞ്ഞത്ത് സ്നോമാനെ ഉണ്ടാക്കിയത് നീ ഓർക്കുന്നുണ്ടോ? അവൾ ഉച്ചത്തിൽ ഓർക്കുന്നുണ്ടെന്ന് പറയുന്നു. ഹെവൻലി ഗോഡിൻ്റെ മകളാകട്ടെ അത് കണ്ട് ദേഷ്യപ്പെട്ട് അവനോട് അവിടെ തൂത്ത് വൃത്തിയാക്കാൻ പറയുന്നു. ഉടനെ തന്നെ അവൻ അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സാങ്സാങ്ങിന് അതൊന്നും ഇഷ്ടമാകുന്നില്ല. അതിനുശേഷം മഞ്ഞിൽ നിങ്കി ഇങ്ങനെ ചെയ്യുന്നുണ്ട്, സാങ്സാങ്, നീ എന്നെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരിക്കലും പോകില്ല. എന്നാൽ ഹെവൻലി ഗോഡിൻ്റെ മകളിന് അത് ഇഷ്ടമാകുന്നില്ല. കുട്ടിക്കളി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അത് അവളുടെ ശക്തി ഉപയോഗിച്ച് മായ്ച്ചു കളയുന്നു. സാങ്സാങ് അപ്പോൾ ദേഷ്യത്തോടെ ഹെവൻലി ഗോഡിൻ്റെ മകളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയുകയാണ്, തൂത്ത് വൃത്തിയാക്കുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഹെവൻലി ഗോഡിൻ്റെ മകള് അത് മായ്ച്ചു കളയുന്ന സമയത്ത് ആ സ്ഥലം ഒന്നുകൂടി വൃത്തികേടാക്കിയിരുന്നു. അതുകൊണ്ടാണ് സാങ്സാങ് അങ്ങനെ പറഞ്ഞത്. ശരിയാണ്, അവൻ എൻ്റെ കാല് കഴുകി തന്നു, എന്നെ സേവിച്ചു, എനിക്ക് വേണ്ടി കുക്ക് ചെയ്തു തന്നു, ഇവിടെയൊക്കെ കുറേ പ്രാവശ്യം ക്ലീനും ചെയ്തു. പക്ഷേ നീ അവന് വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുത്തത് വെച്ച് നോക്കുമ്പോൾ അത് ഇതുവരെയും മാച്ച് ആയിട്ടില്ല. സാങ്സാങ് അപ്പോൾ പറയുകയാണ്, ശരിയായിരിക്കാം, പക്ഷേ അതുകൂടാതെ ഒരുപാട് ത്യാഗങ്ങൾ അവൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ മാച്ച് ആണോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. അവൻ എനിക്ക് വേണ്ടി ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ തോളിൽ കയറ്റിയിട്ടുണ്ട്, എന്നെ ഊട്ടിയിട്ടുണ്ട്.
എന്നിട്ടും അതൊക്കെ മീനിങ്ലെസ് ആണെന്ന് ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുന്നു. നിക്കി ആകട്ടെ ഇതേ സമയം ഉച്ചത്തിൽ പറയുകയാണ്, നീ എന്നെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്താലും എൻ്റെ സ്നേഹം അതേപോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകൾ വീണ്ടും അവിടെ ശക്തി പ്രയോഗിച്ച് ആ സ്ഥലം വൃത്തികേടാക്കുന്നു. വീണ്ടും ഒരുപാട് വിഷമത്തോടെ കഷ്ടപ്പെട്ട് അതൊക്കെ ക്ലീൻ ചെയ്യുകയാണ് നിക്കി. അതിനുശേഷം അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സാങ്സാങ്ങിനെ അവൻ ട്രീറ്റ് ചെയ്തിരുന്നതെന്നൊക്കെ നിക്കി ഇതേ സമയം പറയുന്നതായി കാണാം. സാങ്സാങ് ആകട്ടെ അതെല്ലാം ഓർക്കുന്നതായും കാണിക്കുന്നു. അവൾക്ക് ആ അസുഖം വന്നതിന് ശേഷം വളരെ നല്ല രീതിയിലായിരുന്നു നിക്കി അവളെ ട്രീറ്റ് ചെയ്തത്. ശേഷം അതെല്ലാം നീ വീട്ടുന്നത് ഇങ്ങനെയാണോ എന്നും ചോദിക്കുന്നു. തോളിലേറ്റിയായിരുന്നു ശത്രുക്കളിൽ നിന്ന് നിക്കി അവളെ രക്ഷിച്ചത്. ഹെവൻലി ഗോഡിന്റെ മകൾ അതെല്ലാം കേട്ടുകൊണ്ട് പറയുകയാണ്, നീ എന്നെ ചോദ്യം ചെയ്യരുത്, നിനക്ക് പണിഷ്മെന്റ് കിട്ടും. സാങ്സാങ് ഇതേ സമയം ഹെവൻലി ഗോഡിന്റെ മകളോട് പറയുകയാണ്, ലോകം മുഴുവനും എനിക്കെതിരെ വന്നപ്പോൾ എന്നെ ചേസ് ചെയ്തപ്പോൾ എന്നെ സംരക്ഷിച്ചത് നിക്കി ആയിരുന്നു. അതും നിന്റെ പ്ലാൻ ആയിരുന്നോ? ഹെവൻലി ഗോഡിന്റെ മകൾ പറയുകയാണ്, എല്ലാം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തതായിരുന്നു. പക്ഷേ നിക്കിയുടെ പ്രത്യക്ഷപ്പെടൽ മാത്രം അപ്രതീക്ഷിതമായിരുന്നു. അവൻ നിന്നെ കണ്ടുമുട്ടി, ഒരിക്കലും നിന്നെ വിട്ടുപോയതുമില്ല. കരഞ്ഞുകൊണ്ട് സാങ്സാങ് പറയുകയാണ്, അതാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. ഹെവൻലി ഗോഡിന്റെ മകൾ പറയുകയാണ്, അതാണ് എന്നെ ദേഷ്യപ്പെടുത്തുന്നതും. നിക്കി അതിനുശേഷം പറയുകയാണ്, ഞാൻ നിന്നോട് ചെയ്തതിനെല്ലാം നീ എങ്ങനെയാണ് പ്രത്യുപകാരം ചെയ്യാൻ പോകുന്നത്? ഹെവൻലി ഗോഡിന്റെ മകൾ പറയുകയാണ്, നിന്നെ ഞാൻ കൊല്ലാതെ വെറുതെ വിടാം. അല്ലാത്ത പക്ഷം ജീവിതകാലം മുഴുവനും നിനക്ക് ഇവിടെ തന്നെ ആയിരിക്കേണ്ടി വരും. എന്നാൽ നിക്കി പറയുന്നത് തനിക്ക് വേണ്ടത് സാങ്സാങ്ങിനെയാണ്, അവളെ തന്നെയാണെന്നൊക്കെയാണ്. അപ്പോൾ ഹെവൻലി ഗോഡിന്റെ മകൾ പറയുകയാണ്, അവളുമായിട്ടുള്ള നെയ്റ്റുള്ള റിലേഷൻഷിപ്പ് നീ കട്ട് ചെയ്യണം. എന്നാൽ തൻ്റെ ഭാര്യയെ തിരികെ തരികയല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല എന്ന് നിക്കിയും പറയുന്നു. ശേഷം അവൻ്റെ കൂടെ വീട്ടിലേക്ക് വരാനും പറയുന്നു. അത് കേട്ട് ഹെവൻലി ഗോഡിന്റെ മകൾ ദേഷ്യത്തോടെ അവൻ്റെ ചൂല് വലിച്ചെറിഞ്ഞ് കളയുന്നു. അപ്പോൾ നിക്കി എനിക്ക് കൈയുണ്ടെന്ന് പറഞ്ഞ് കൈ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നു. അത് സഹിക്കാനാകാതെ സാങ്സാങ്ങും അവനെ ചെന്ന് സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സാങ്സാങ്ങിന് അത് തൊടാൻ പോലും സാധിക്കുന്നില്ല. അതിനുശേഷം രാത്രിയാകാറായപ്പോഴേക്കും നിക്കി മഞ്ഞുകൊണ്ട് ഒരു രൂപം തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സ്നോമാനെ പോലെയുള്ളത്. സാങ്സാങ്ങിന് അത് ഒരുപാട് ഇഷ്ടമാകുന്നു. സാങ്സാങ്ങിനെ തന്നെയാണ് അവൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് സാങ്സാങ്ങിന്റെ നിൽപ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സാങ്സാങ്ങിന്റെ മനസ്സിലൂടെ ആകട്ടെ പഴയ കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നു. അവർ മഞ്ഞിൽ കളിച്ച് സ്നോമാനെയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. നിക്കിയും അത് ഓർക്കുന്നുണ്ട്. ഹെവൻലി ഗോഡ് ഇതേ സമയം പാഞ്ഞവിടെ എത്തി സാങ്സാങ്ങിനോട് പറയുകയാണ്, അപ്പോൾ അവൻ നിന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? സാങ്സാങ് അതെ എന്ന് പറയുന്നു. നിക്കി ആകട്ടെ ഇതേ സമയം പറയുകയാണ്, സാങ്സാങ് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഇന്നത്തെ രാത്രിയിൽ ഈ ചന്ദ്രന്റെ വെളിച്ചം വളരെ മനോഹരമായിരിക്കുന്നു. അതിനുശേഷം അതിനെ സിൽവറിനോട് ഉപമിക്കുകയാണ് ഹെവൻലി ഗോഡിന്റെ മകൾ. സാങ്സാങ്ങും ഒരേ സമയം അത് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം, സാങ്സാങ്ങിന്റെ ഓർമ്മകൾ തന്നെ ഹെവൻലി ഗോഡിന്റെ മനസ്സിലും ഉള്ളിലുമുണ്ട്. നിക്കി അത് കേട്ട് പറയുകയാണ്, നീ എന്താണ് പറഞ്ഞത്? സിൽവറിനോട് അതിനെ ഉപമിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് ഉറപ്പായി, നീ സാങ്സാങ് തന്നെ. എന്നാൽ അത് സമ്മതിക്കാതെ നിന്റെ വർക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഹെവൻലി ഗോഡിന്റെ മകൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ സാങ്സാങ്ങിനെ കുറിച്ച് ഓർത്തുകൊണ്ട് തന്നെ അവിടുത്തെ പണികളെല്ലാം എടുക്കുന്ന നിക്കിയെ കാണിക്കുന്നു. അവിടുത്തെ ഒരുപാട് പണികളാണ് അവൻ എടുക്കുന്നത്. അവന് തന്നെ ഒരു വിശ്വാസമുണ്ട്, ഒരു ദിവസം അവളെ സാങ്സാങ് ആക്കി തീർക്കാമെന്ന്. അപ്പോഴേക്കും അവിടെ ഹെവൻലി ഗോഡിന്റെ മകൾ പ്രത്യക്ഷപ്പെടുന്നു. നിക്കി അവളോട് പറയുകയാണ്, ശരി, ഞാൻ സാങ്സാങ്ങുമായിട്ടുള്ള നെയ്റ്റൽ കണക്ഷൻ കട്ട് ചെയ്യാം, പക്ഷേ എന്നിൽ നിന്ന് എടുത്തത് നീ എനിക്ക് തിരികെ തരണം. എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. അന്നത്തെ ആ അറ്റാക്കിൽ അവൻ്റെ പ്രൈവറ്റ് പാർട്ട് പോയിരിക്കുന്നു. അത് തിരികെ തരണം, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അവൻ പറയുന്നു. എന്നാൽ അവൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പെട്ടെന്ന് സാങ്സാങ്ങിനെ ഓർത്തോർത്ത് ഹെവൻലി ഗോഡിന്റെ മകളെ ശരിക്കും സാങ്സാങ് ആയിട്ട് നിക്കിക്ക് തോന്നുന്നു. അവൾ അവനെ യങ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത് പോലെ അവന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അവളെ ചുംബിക്കുന്നതിന് വേണ്ടി അവളുടെ അടുത്തേക്ക് വരികയാണ് നിക്കി. എന്നാൽ അവൻ അടുത്തെത്തിയപ്പോഴേക്കും ഹെവൻലി ഗോഡിന്റെ മകളുടെ ശക്തി അവനെ അടിച്ചു തെറിപ്പിക്കുന്നു. അവൾ അത് കണ്ട് മനഃപൂർവ്വം ചെയ്തതാണ്. അതിനുശേഷം നിക്കി ആകട്ടെ എഴുന്നേറ്റിട്ട് പറയുകയാണ്, നിന്നെ ഞാൻ ഒരിക്കലും അടിമയാക്കിയിരുന്നില്ല, അതുകൊണ്ട് തന്നെ നിന്റെ അടിമയാകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹെവൻലി ഗോഡിന്റെ മകൾ പറയുകയാണ്, എന്നെ അനുസരിക്കാൻ സാധ്യമല്ലെങ്കിൽ കീഴടങ്ങിക്കോളൂ. എന്നാൽ ഞാനൊരിക്കലും കീഴടങ്ങില്ല എന്ന് നിനക്കറിയില്ലേ എന്ന് നിക്കി ചോദിക്കുന്നു. അതിനുശേഷം ഒന്നുകൂടി അവൻ്റെ കൂടെ വരാൻ തയ്യാറാണോ എന്ന് നിക്കി ചോദിക്കുന്നു. എന്നാൽ തയ്യാറല്ല എന്ന് ഹെവൻലി ഗോഡിന്റെ മകൾ പറയുന്നു. സാങ്സാങ് ആണ് അവളെന്ന് പോലും ഹെവൻലി ഗോഡിന്റെ മകൾ സമ്മതിക്കുന്നില്ല. അവസാനമായിട്ട് നിക്കി അപ്പോൾ ചോദിക്കുകയാണ്, ദിവസങ്ങൾ കഴിയുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ദിവസങ്ങൾ നീ മിസ് ചെയ്യുമോ? അതും ഇല്ല എന്ന് ഹെവൻലി ഗോഡിന്റെ മകൾ പറയുന്നു. അപ്പോൾ ദേഷ്യത്തോടെ ഞാൻ ആരാണെന്നറിയാമോ എന്ന് നിക്കി ചോദിക്കുന്നു. എന്നാൽ എൻ്റെ മുമ്പിൽ നീ ആരും തന്നെയല്ല എന്ന് ഹെവൻലി ഗോഡിന്റെ മകളും പറയുന്നു.
എങ്കിൽ ശരി എന്ന് പറഞ്ഞ് നിങ്കി അവിടുന്ന് പോകാനൊരുങ്ങുമ്പോൾ തന്നെ സാങ്സാങ്ങും ഹെവൻലി ഗോഡിൻ്റെ മകളും ഒരുമിച്ച് നിങ്കി എന്ന് വിളിക്കുകയാണ്. നിങ്കി അപ്പോൾ തിരിഞ്ഞിട്ട് പറയുകയാണ്, എൻ്റെ പേര് നീ മറന്നിട്ടില്ലല്ലേ, ഞാൻ ആരാണെന്ന് നിനക്കറിയാമല്ലേ. അപ്പോഴേക്കും ഹെവൻലി ഗോഡിൻ്റെ മകൾ ചെറുതായിട്ടൊന്ന് ചുമച്ചു പോകുന്നു. ഉടനെ തന്നെ അവളുടെ അടുത്തേക്ക് ഓടി വന്ന് നിനക്ക് എന്ത് പറ്റിയെന്ന് നിങ്കി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, ഞാൻ എല്ലാം ഓർക്കുന്നുണ്ട്. ഇതേ സമയം അവരുടെ കുട്ടിക്കാലം മുതലുള്ള എല്ലാ ഓർമ്മകളും കാണിക്കുന്നു. അതെല്ലാം കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, ഇതെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. നീ പറഞ്ഞത് എല്ലാം തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ ഡിസൈൻ ചെയ്ത ഓർമ്മകൾ മാത്രമാണ്. അത് കേട്ട് തകർന്നു പോകുന്ന നിങ്കി അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ആ കഥ പറയുകയാണ് ഹെവൻലി ഗോഡിൻ്റെ മകൾ. വർഷങ്ങൾക്ക് മുമ്പ് ഹെവൻലി ഗോഡിൻ്റെ മകളും ഫൂസിയും തമ്മിൽ ഏറ്റുമുട്ടി. അന്ന് പരസ്പരം തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഒരു മത്സരം തന്നെ വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ സ്കൈ കാൽക്കുലേഷൻ ഉപയോഗിച്ച് ഫൂസി പോലും പ്രതീക്ഷിക്കാതെ ഞാൻ മനുഷ്യരുടെ ലോകത്തേക്ക് വന്നു. അവസാനം ആ യുദ്ധത്തിൽ എൻ്റെ ശക്തി ഉപയോഗിച്ച് ഞാൻ ഫൂസിയെ സ്വർഗത്തിലേക്ക് വിട്ടു. ഞാൻ ഡിസൈൻ ചെയ്ത ആ ഓർമ്മകളിൽ നീ വിശ്വസിക്കുകയാണെങ്കിൽ നീ വിഡ്ഢിയാണ്. അതെല്ലാം കേട്ട് നിങ്കി ശരിക്കും ഞെട്ടുന്നുണ്ട് സാങ്സാങ്ങും. സാങ്സാങ് ഇതേ സമയം കരഞ്ഞുകൊണ്ട് നിങ്കിയോട് എന്ന പോലെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിന്നെ വിഡ്ഢിയാക്കിയിട്ടില്ല എന്ന്. നിങ്കി ആകട്ടെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അതെല്ലാം ഫേക്ക് ആയിരുന്നല്ലേ, എൻ്റെ മാസ്റ്ററിനെ കൊല്ലുന്നതിന് വേണ്ടി നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? എന്നിട്ട് ഇപ്പോഴും എന്നെ വിഡ്ഢിയാക്കുന്നത് നീ തുടരാത്തത് എന്താണ്? അപ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, ഞാനുമായിട്ടുള്ള നിൻ്റെ നെയ്റ്റൽ റിലേഷൻഷിപ്പാണ് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള വിഷം. അത് ദിവസം തോറും എന്നെ വീക്കാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്കി പറയുകയാണ്, എനിക്ക് മറക്കാൻ കഴിയാത്ത ആ ഓർമ്മകളെല്ലാം നിൻ്റെ ഡിസൈൻ ആയിരുന്നല്ലേ. ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, അത് തന്നെയാണ് എനിക്കെതിരെയായിട്ടും വന്നിരിക്കുന്നത്. ഒരിക്കലും ആ ഒരു തിരിച്ചടി ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്കി ഉടനെ തന്നെ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകാനൊരുങ്ങുന്നു. അപ്പോൾ സാങ്സാങ് പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്. നിങ്കി ആകട്ടെ പെട്ടെന്ന് നിന്നുകൊണ്ട് അവളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നാൽ നീ കേട്ടോളൂ, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ട, അതിലും ഭേദം അവളുടെ കൂടെ മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടിപ്പോവുകയാണ് നിങ്കി. സാങ്സാങ് അവൻ്റെ പുറകെ ഓടുന്നുണ്ട്. അതിനുശേഷം അവിടെ അടുത്തുണ്ടായിരുന്ന വലിയൊരു കുന്നിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുകയാണ് നിങ്കി. സാങ്സാങ് തൊട്ടടുത്ത് വരെ എത്തിയെങ്കിലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോഴേക്കും അവൻ ചാടിയിരുന്നു. സാങ്സാങ് അവൻ്റെ അടുത്ത് എത്തിയാലും കാര്യമുണ്ടാകില്ല, അവനെ തൊടാനാകില്ലല്ലോ. വീഴുന്ന സമയത്താകട്ടെ സാങ്സാങ്ങിനെ കാണുന്ന പോലെ അവന് തോന്നുന്നുണ്ട്. സാങ്സാങ് ഇങ്ങനെ പറയുന്നതായും കേൾക്കുന്നു, സാങ്സാങ്ങിൻ്റെ ജീവൻ നിങ്കിയാണ്, അതേപോലെ തന്നെ നിങ്കിയുടെ ജീവൻ സാങ്സാങ്ങും. എനിക്ക് സുപ്പീരിയർ ബീയിങ് ഒന്നും ആകേണ്ട ആവശ്യമില്ല, നിന്റെ കൂടെ ആയിരുന്നാൽ മാത്രം മതി. നിങ്കി ആകട്ടെ സാങ്സാങ്ങിനെ കണ്ട് ചിരിക്കുന്നു. അവളെ തൊടാനായി കൈ നീട്ടുന്നു. ശേഷം സാങ്സാങ് ആകട്ടെ തുടർന്ന് പറയുകയാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം സത്യമാണ്. എനിക്ക് നിന്റെ കൂടെ ജീവിച്ച് വയസ്സായി മരിക്കണം. അതിനുശേഷം വീഴുന്നതിന് മുമ്പ് സാങ്സാങ്ങിനെ കെട്ടിപ്പിടിക്കാനും നിങ്കിക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ വീഴുന്നതിന് തൊട്ടു മുമ്പേ സാങ്സാങ് പൊടിഞ്ഞു പൊടിഞ്ഞ് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. ഹെവൻലി ഗോഡിൻ്റെ മകളുടെ പ്രവൃത്തിയായിരിക്കാം അത്. കാരണം അവൾ വിഡ്ഢി എന്ന് വിളിക്കുന്നതായി കേൾക്കാം. അതിനുശേഷം നിങ്കി ഒറ്റയ്ക്ക് അവിടെ പതിക്കുന്നതായി കാണിക്കുന്നു. എന്നാൽ പിന്നീട് കാണിക്കുന്നത് ഹെവൻലി ഗോഡിൻ്റെ മകളുടെ മടിയിൽ കിടക്കുന്ന നിങ്കിയാണ്. നിങ്കി അപ്പോൾ താൻ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് സാങ്സാങ്ങിനെയാണ്. സത്യത്തിൽ അത് ഹെവൻലി ഗോഡിൻ്റെ മകളാണ്. എന്നാൽ വീണ്ടും കണ്ണടച്ച് തുറക്കുമ്പോൾ അവൻ ഹെവൻലി ഗോഡിൻ്റെ മകളെ കാണുന്നു. നിങ്കി അപ്പോൾ ചോദിക്കുകയാണ്, നീയാണല്ലേ എന്നെ രക്ഷിച്ചത്? ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, നിന്നെ ഇപ്പോൾ കൊല്ലണ്ട എന്ന് കരുതി. നിങ്കി അത് കേട്ട് വീണ്ടും കണ്ണടക്കുമ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകൾ ചോദിക്കുകയാണ്, ഇപ്പോൾ നീ കിടക്കുന്നത് എന്തിനാണ്? എഴുന്നേൽക്കൂ. അതിനുശേഷം നിങ്കി എഴുന്നേറ്റ് കഴിയുമ്പോൾ അവരുടെ രഥം അങ്ങോട്ട് വരുന്നതായി കാണിക്കുന്നു. അപ്പോൾ അവളുടെ കൈക്ക് പിടിച്ച് നിങ്കി വാ പോകാമെന്ന് പറയുന്നു. എന്നിട്ടും അവൾ അവനെ ഒന്നും ചെയ്യുന്നില്ല, ആക്രമിക്കുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ നിങ്കിക്ക് സന്തോഷമാകുന്നു. അതിനുശേഷം അവളോട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ്, നീയല്ലേ അതൊക്കെ നിശ്ചയിച്ചിരുന്നത്. നിങ്കി പറയുകയാണ്, ഇപ്രാവശ്യം നീ അത് തീരുമാനിച്ചോളൂ. അപ്പോൾ ഈ മനുഷ്യരുടെ ലോകം മുഴുവനായിട്ടും തനിക്ക് കാണണമെന്ന് ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുന്നു. എങ്കിൽ ശരി എന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ചുകൊണ്ട് തന്നെ നിങ്കി അവളെ കൊണ്ടുപോകുന്നു. പിന്നെ കാണിക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള സാങ്സാങ്ങിനെയും നിങ്കിയുമാണ്. സാങ്സാങ് ഇപ്പോൾ യഥാർത്ഥ സാങ്സാങ് ആയിട്ട് നിങ്കിക്ക് തിരികെ കിട്ടിയിരിക്കുന്നു. സാങ്സാങ് നിങ്കിയോട് പറയുകയാണ്, കഴിഞ്ഞ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു, ഞാൻ ഹെവനിലേക്ക് പോകുന്നതായിട്ട്. ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ സ്ത്രീയുടെ പേരും സാങ്സാങ് എന്നായിരുന്നു. നിങ്കി അപ്പോൾ പറയുകയാണ്, അത് നിന്റെ തോന്നലായിരുന്നു. നീ സ്വപ്നത്തിൽ കണ്ടത് സാങ്സാങ്ങിനെയല്ല, നിന്റെ മാസ്റ്റർ വെയ്ഗുവാമിങ്ങിനെയാണ്. നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വരുമെന്ന് നമ്മുടെ മാസ്റ്ററിന് അറിയാമായിരുന്നു.
അതിനുശേഷം അവർ അവരുടെ മാസ്റ്റേഴ്സിന് കാഴ്ചകൾ സമർപ്പിക്കുന്നു. സത്യത്തിൽ സാങ് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞത് യഥാർത്ഥ കാര്യം തന്നെയാണ്. എന്നാൽ പതുക്കെ പതുക്കെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് സാങ് യഥാർത്ഥ മനുഷ്യനായി തീരാൻ തുടങ്ങി. അങ്ങനെ നിൻകെ ഫൂസിയുടെ ഉത്തരവാദിത്തം അങ്ങനെ പാലിക്കുന്നു. അതായത് ഹെവൻലി ഗോഡിനെ ഭൂമിയിൽ തന്നെ നിലനിർത്തുന്നു, സ്വർഗത്തിലേക്ക് പോകാൻ അനുവദിച്ചില്ല. അവരുടെ മാസ്റ്റേഴ്സിന് കാഴ്ചകൾ സമർപ്പിക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും മനസ്സിലൂടെയും രണ്ടുപേരുടെയും മാസ്റ്റേഴ്സിൻ്റെ ഓർമ്മകൾ കടന്നു പോകുന്നതായി കാണിക്കുന്നു. വെയ്ഗുവാമിങ്ങും യാൻസെയും കൂടി നടത്തിയ ഫൈറ്റും അവർ ഓർക്കുന്നതായി കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഓഫറിങ്സ് അവരുടെ മാസ്റ്റേഴ്സിന് കൊടുത്തതിന് ശേഷം അവർ അവിടെ നിന്ന് പോകുന്നതായി കാണിക്കുന്നു. ഇതോടെ ദീർഘനാൾ നീണ്ടു നിന്ന് നമ്മൾ ചെയ്ത എവർനൈറ്റ് എന്ന സീരീസ് അവസാനിക്കുകയാണ്. ഇതിലെ അവസാനത്തെ ഭാഗം എനിക്ക് അത്രക്ക് ക്ലിയർ ആയിരുന്നില്ല. എൻ്റെ ഏകദേശ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടും ഇതിൻ്റെ എൻഡിങ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതൊന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ഒരു ഊഹം ഞാൻ പറഞ്ഞത്. അതായത് ഹെവൻലി ഗോഡിൻ്റെ മകളെയും കൊണ്ട് മനുഷ്യരുടെ ലോകം ചുറ്റി സഞ്ചരിച്ച് കാണിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് നിൻകെ പോയതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുന്നത് യഥാർത്ഥ സാങ്സങ്ങിനെയാണല്ലോ. അത് എങ്ങനെയാണെന്ന് ഞാനൊരു എക്സ്പ്ലനേഷൻ നൽകി നിങ്ങളോട് പറഞ്ഞല്ലോ. അത് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം അത് തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനാകില്ല. എങ്കിലും ഇതോടെ ഈ സീരീസ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത സീരീസുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.